ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഹൈദരാബാദിൽ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് വിസിറ്റ് ചെയ്യുന്നത് രാമോജി ഫിലിം സിറ്റിയാണ്. രാവിലത്തെ പ്രഭാത ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 9 മണിക്ക് രാമോജി ഫിലിം സിറ്റിയിലെത്തി. ഇതിനകത്ത് വെയിറ്റിംഗ് റൂമൊക്കെ ഉണ്ട്. ഫ്രഷ് ആകാനുള്ളവർക്ക് ഫ്രഷ് ആകാം. ഇവിടെ വരുന്നവർ രാവിലെ തന്നെ വരണം. ഒരു ദിവസം മുഴുവനും കണ്ടാൽ തീരാത്ത അത്രം കാണാനുണ്ട് ഇവിടെ. തനിയെ വരുന്നവരാണെങ്കിൽ ഓൺലൈനായിട്ട് നേരത്തെ തന്നെ ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ക്യൂവിൽ നിന്നു. ക്യൂവിൽ ഭയങ്കര തിരക്കാണ്. മൊത്തം 6 ബസ് കാരണം കുറേ ബസ്സുകൾ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. ഒരു ബസ് ഫുള്ളായി കഴിയുമ്പോഴത്തേക്കും അടുത്ത ബസ് മുന്നിലേക്ക് വരും. ഞങ്ങളെല്ലാവരും കൂടി ഒറ്റ ബസ്സിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഞങ്ങളങ്ങനെ ആദ്യത്തെ ബസ്സിൽ കയറി. ഈ വെള്ളത്തൊപ്പി കണ്ട, ഇതെല്ലാം ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളതാണ്. റോഡിൻ്റെ ഇരു സൈഡുകളും നല്ല മനോഹരമാണ്, ചെടികളും പൂക്കളും കൊണ്ട്. ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിലേക്കുള്ള യാത്രയിൽ നഗര തിരക്കുകളിൽ നിന്ന് മാറി ശാന്തമായ ദേശീയപാതയും ചുറ്റുമുള്ള വലിയ പാറക്കെട്ടുകളും കൃഷിഭൂമികളും ഹൈദരാബാദിൻ്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന ചെറിയ ഗ്രാമങ്ങളും കാണാം. ഫിലിം സിറ്റിയോട് അടുക്കുമ്പോൾ വിശാലമായ കവാടവും പച്ചപ്പാർന്ന പ്രകൃതിയും യാത്രയ്ക്ക് മനോഹാരിത നൽകുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചലച്ചിത്ര സ്റ്റുഡിയോ സമുച്ചയമാണ് രാമോജി ഫിലിം സിറ്റി. ഏകദേശം 2000 ഏക്കർ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. രാമോജി ഫിലിം സിറ്റിയുടെ ഫൗണ്ടർ രാമോജി റാവു ആണ്. ഇത് 1996 എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ബസ്സിലൊരു ഗൈഡ് ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ओके, जरूर नहीं करने, सभी एक ही जगह पे अभी अपन फ्लावर से मिलजुल कर आज रामोजी म्यूजिक एंजॉय करने हैं. ओके, सूर्यवंशी, कल्याणारामन, मल्लू सिंह, राजादी राजा. डिफरेंट लैंग्वेजेस मूवीज इन दिस सॉन्ग्स. अलग अलग क्लाइंबिंग थीम और being shot here in front of this temple. सेंट्रल जेल, शॉपिंग मॉल, ब्यूटी पार्लर. ये आपके लेफ्ट में देखिए, यहाँ पर लेफ्ट साइड पुलिस स्टेशन का भी दिखाएंगे. यहाँ पर देखिए आपके लेफ्ट में, यहाँ पर लेफ्ट साइड राइट. രാമോജി ഫിലിം സിറ്റിയിൽ രാമായണം ഉൾപ്പെടെ പൗരാണിക കഥകൾക്കായി പ്രത്യേകം സെറ്റുകൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും റെയിൽവേ സ്റ്റേഷൻ തന്നെയാണെന്ന് വിചാരിക്കും. ഇത് ഫിലിമിന് വേണ്ടി സെറ്റ് ചെയ്ത റെയിൽവേ സ്റ്റേഷനാണ്. നിരവധി സിനിമകളുടെ ഷൂട്ടിംഗ് ഇവിടെ നടന്നിട്ടുണ്ട്. ഒരു സിനിമയെടുക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. മലയാളത്തിൽ ഉദയനാണ് താരം, വെട്ടം, നമ്പർ 20, മദ്രാസ് മെയിൽ എന്നിവയൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. ചെന്നൈ എക്സ്പ്രസ്, അങ്ങനെ നിരവധി സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കാണാൻ പോകുന്നത് ബാഹുബലിയുടെ സെറ്റിങ്സ് ആണ്. ഇതാണ് എൻട്രൻസ്. സിനിമയിലെ പോലെ എല്ലാ സെറ്റിങ്സും ഇവിടെ കാണാൻ പറ്റും. ഡോറ് തുറക്കുമ്പോൾ തന്നെ 2 ആനകൾ നമ്മളെ എതിരേൽക്കാനായിട്ട് നിൽക്കുന്നുണ്ടാവും.
ബാഹുബലി സെറ്റ് കഴിഞ്ഞ് അടുത്തതായിട്ട് പോകുന്നത് വെസ്റ്റേൺ സ്ട്രീറ്റിലാണ്. ഇവിടെ പല സിനിമകളുടെയും സെറ്റ് കാണാൻ പറ്റും. എക്സാമ്പിളായിട്ട് ഫോറിൻ സ്ട്രീറ്റ്. അടുത്തതായിട്ട് കാണുന്നത് വെസ്റ്റേൺ സ്ട്രീറ്റാണ്. ഫോറിൻ സ്ട്രീറ്റ്, യൂറോപ്യൻ സ്ട്രീറ്റൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഈ ബിൽഡിങ്ങിൻ്റെ സെറ്റിൽ വെച്ചാണ് ഉദയനാണ് താരം എന്ന സിനിമയിൽ സലിൽകുമാർ ഫാൻസിനെ കാണുന്നത്. ഈ കാണുന്ന ബാൽക്കണി കണ്ട അവിടെ വെച്ചാണ്. വെസ്റ്റേൺ സ്ട്രീറ്റ് കഴിഞ്ഞ് അടുത്തതായിട്ട് പോകുന്നത് എയർപോർട്ടിലാണ്. അതിനുശേഷം അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള ബസ്സിൽ കയറി ഞങ്ങൾ. അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ബട്ടർഫ്ലൈ ഗാർഡനാണ്. ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിലെ ആകർഷകമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ചിത്രശലഭ ഉദ്യാനം. പൂക്കളും ചെടികളും നിറഞ്ഞ അതിമനോഹരമായ അന്തരീക്ഷം. ഇവിടെ വിവിധ വർണ്ണങ്ങളിലും വലിപ്പത്തിലുമുള്ള ചിത്രശലഭങ്ങളെ കാണാം. ഇതിനകത്ത് ബട്ടർഫ്ലൈ മ്യൂസിയവും പലതരത്തിലുള്ള പക്ഷികളെയും കാണാം. ഇത് മേടിക്കാം. അനങ്ങളുണ്ടാ ഉണ്ട് ഇത് രസം കാണാൻ. ഇതൊക്കെ ഉണ്ടോ? ഇവിടെ കേട്ടോ. സമയം ഇപ്പോൾ 3 മണിയായി. ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഹോട്ടലിൽ കയറി. ഇവിടെ 1 മണിക്കൂറോളം ഞങ്ങൾ റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് അടുത്ത സ്ഥലത്തേക്ക് പോയത്. ഈ റെഡ് ടീഷർട്ട് ഇട്ടേക്കണതാണ് രണ്ടാമത്തെ ദിവസത്തെ ഗൈഡ്. ആദ്യം വന്ന അയാളുടെ അനിയനാണിത്. രണ്ടുപേർക്കും ഒരേ പേര് തന്നെയാണ്, രാമസ്വാമി എന്ന്. ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും മനോഹരവുമായ ഒരു ആകർഷണമാണ് യുറീക്ക ഫോർട്ട്. ചരിത്രപരമായ കോട്ടകളുടെ ശൈലിയിൽ നിർമ്മിച്ച ഇത് സന്ദർശകരെ അത്ഭുതപ്പെടുത്തുന്ന ഉയരമുള്ളതും മനോഹരവുമായ ഒരു സ്ഥലമാണ്. ഇവിടെ സന്ദർശകർക്ക് രാജകീയമായ വരവേൽപ്പ് ലഭിക്കുന്നു. ഇവിടെ 3-4 തിയേറ്ററുകളുണ്ട്. ഇവിടെ ഷോസൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ കാണുന്നത് ഡാൻസ് ഷോയാണ്.
ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് വൈൽഡ് വെസ്റ്റ് സ്റ്റണ്ട് ഷോ. ഹോളിവുഡ് വെസ്റ്റേൺ സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തോക്കുകളും സ്ഫോടനങ്ങളും നിറഞ്ഞ ഒരു ആക്ഷൻ നാടകമാണിത്. പ്രൊഫഷണൽ ആയിട്ടുള്ള സ്റ്റണ്ട് കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സാഹസിക പ്രകടനങ്ങൾ, കുതിരസവാരി, ഉയരങ്ങളിൽ നിന്നുള്ള വീഴ്ചകൾ എന്നിവ ലൈവായിട്ട് കാണാം. പിടിച്ചടാ शो चालू होने वाला है. यही आज का आखिरी शो रहेगा. प्रस्थान की जब लेक्चर में लाइट्स कैमरा തിരിച്ച് ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് ഫിലിമി ദുനിയ. ഇതൊരു ചെറിയ ട്രെയിൻ യാത്രയിലൂടെ ലോകമെമ്പാടുമുള്ള പ്രശസ്തമായ സ്ഥലങ്ങളുടെ മാതൃകകൾ കാണിച്ചു തരുന്ന ഒരു മികച്ച താൽക്കാലിക ലൊക്കേഷനാണ്. ഇത് ഒരു ചെറിയ തീവണ്ടിയിൽ സഞ്ചരിച്ചുകൊണ്ടാണ് കാണാൻ പറ്റുന്നത്. ഇതിൽ അനിമട്രോണിക്സ് ഉപയോഗിച്ച് നിർമ്മിത കഥാപാത്രങ്ങളും സെറ്റുകളും ഉണ്ട്. ലണ്ടൻ ടവർ ബ്രിഡ്ജ്, ഈജിപ്ഷ്യൻ പിരമിഡുകൾ, മറ്റ് വിദേശ ലൊക്കേഷനുകൾ എന്നിവയുടെ മാതൃകകൾ ഇവിടെ കാണാം. ഇത് മൂവി മാജിക് പാർക്കിൻ്റെ ഭാഗമായാണ്. അടുത്തത് ആക്ഷൻ തിയേറ്ററിൽ ഒരു സിനിമ എങ്ങനെ ഉണ്ടാക്കും എന്ന് കാണാം. ഒരു അവതാരിക ഉണ്ടാവും. ഓഡിയൻസിൽ നിന്ന് 3 പേരെ വിളിക്കും. അവരോട് ബൈക്കിലിരിക്കാൻ പറയും. ഇവിടെ ഒരു റോബറി സീനാണ് ഷൂട്ട് ചെയ്യുന്നത്. അവരോട് ആക്ട് ചെയ്യാൻ പറയും. ലൈവായിട്ട് ഇത് റെക്കോർഡ് ചെയ്യും. റെക്കോർഡഡ് വീഡിയോയിൽ എങ്ങനെയാണ് സൗണ്ട് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെ കാണിച്ചു തരും. എഡിറ്റിങ്ങിൻ്റെ പിന്നാമ്പുറങ്ങളെല്ലാം ഇവിടെ കാണാം. आ गए हैं स्टार्स पर्दे के ऊपर. दे आर ऑन द स्क्रीन. रेस द बाइक. तेज चलाइए गाड़ी. ഇനിയും ഇഷ്ടം പോലെ കാണിക്കാനുണ്ട്. ഇതെല്ലാം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ 2 മണിക്കൂറെങ്കിലും വരും. എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.